കർണാടകയിലെ മാണ്ടിയിൽ ഗണേശ നിമഞ്ജന ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട സംഘർഷം. ഇന്നലെ രാത്രി ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായി. ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ 21 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധിക്കുകയും ചെയ്തു. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥയുണ്ടായത്? മാധുരി, മണ്ഡ്യ മേഖല എന്നുള്ളത് എല്ലാ കാലത്തും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇന്നലെ രാത്രി ഈ മണ്ഡ്യയിലെ ഈ മധൂർ മേഖലയിൽ ഈ ഗണേശോത്സവ നിമഞ്ജന ഘോഷയാത്ര കടന്നുപോവുകയായിരുന്നു. ഏതായാലും ഇതിനിടയിൽ ഈ ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായി എന്നാണ് ആരോപണം. ഈ കല്ലേറുണ്ടായതോടുകൂടി തന്നെ ഇത് ഇതര മതസ്ഥരാണ് ഇത് ചെയ്തത് എന്നുള്ള തരത്തിലുള്ള പ്രചാരണവും ഒക്കെ നടന്നു. ഏതായാലും ഇതിന്റെ ഭാഗമായി പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടെ പരിശോധിക്കുകയും ഇതിൽ 21 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന് ഉൾപ്പെടെ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് രാവിലെ 8 മണി മുതൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഹൈന്ദവ സംഘടനകൾ കടന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. ഈ ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റാൻ പോലീസ് പലതവണ ശ്രമിച്ചെങ്കിലും പിന്നീട് നടന്നില്ല. ഇതിനിടയിൽ ചെറിയ തോതിൽ സംഘർഷത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് പോലീസ് അവിടെ ലാത്തിചാർജൊക്കെ നടത്തുകയും ചെയ്തത്. കഴിഞ്ഞ വർഷവും സമാന രീതിയിലുള്ള സംഭവങ്ങൾ മാണ്ഡ്യ മേഖലയിൽ നടന്നിരുന്നു. ഇത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്കൊക്കെ ഇരുഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്തു. ഏതായാലും മേഖലയിൽ ഇപ്പോൾ 144 പ്രഖ്യാപിച്ച് പോലീസ് മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട്. സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. മണ്ഡ്യയിലാണ് ഗണേശ നിമഞ്ജന ഘോഷയാത്രയ്ക്കിടെ സംഘർഷമുണ്ടായത്. ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായി. അതിൽ 21 പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.